ബിഗ് ബോസിൽ ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ ആദ്യം കണ്ടത് കിച്ചൺ സീനിൽ അനീഷും നെവിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നെവിൻ പിച്ചാത്തി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെവിൻ അനീഷ് ചോദിക്കുന്നത് എന്താ ഇപ്പോൾ ഇത് ചെയ്യണേ? അല്ല, ആവശ്യം വരും, മൂർച്ച ഉണ്ടാവട്ടെ, ആവശ്യം വരും. അപ്പോൾ അനീഷ് പറഞ്ഞു എന്താണ് അങ്ങനെ പറഞ്ഞത്? അവനല്ല, ചിലരുടെ ആ നാവ് കട്ട് ചെയ്യാൻ, എന്നിട്ട് എടുത്ത് പറയും ചെയ്തു ഷാനവാസിൻ്റെ നാവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനീഷ് ചോദിച്ചു അപ്പം നീ ആ വിഷയം വിട്ടില്ലേ ഇതുവരെ? അപ്പോൾ നെവിൻ പറഞ്ഞു ഞാൻ വിട്ടിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വിടണമെങ്കിൽ നിങ്ങൾക്ക് വിടാം, നിങ്ങളുടെ ഫ്രണ്ടിന് വിടണമെങ്കിൽ വിടാം, പക്ഷെ ഞാനൊന്നും ആ വിഷയം വിട്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഏതായാലും അതിനി ഈ ആഴ്ച നീട്ടിക്കൊണ്ട് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നെവിൻ അതൊക്കെ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇന്നലെ നമ്മുടെ മിറാജ് ടീം വന്നു ബിഗ് ബോസിൽ. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് അർജുൻ അതിൻ്റെ ഒരു പാർട്ടായിട്ട് വന്നു. അർജുൻ കഴിഞ്ഞ സീസണിൽ ജീത്തു ജോസഫ് പ്രോമിസ് ചെയ്ത പോലെ ഒരാൾക്ക് നല്ലൊരു അടുത്ത മൂവിയിൽ നല്ലൊരു ക്യാരക്ടർ കൊടുക്കുമെന്ന് പറഞ്ഞത് കൊടുത്തു. അത് അപ്പോൾ അർജുൻ ആ മൂവിയുടെ നല്ലൊരു ഭാഗമാണ്. അപ്പോൾ ആസിഫും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. ആസിഫിൻ്റെ വീട്ടിൽ കാണുന്നുണ്ട് ബിഗ് ബോസ്, അപ്പർണയുടെ വീട്ടിലും ബിഗ് ബോസ് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ട പോലെ തോന്നി. പിന്നെ അവരോടൊക്കെ ടാസ്ക് കൊടുത്തായിരുന്നു 3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഈ മിറാജ് ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കഥ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊന്ന് പ്രസൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ ഏറ്റവും നല്ല കഥേനെ ജിത്തു ജോസഫ് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അതിൽ വിൻ ചെയ്തത് നമ്മുടെ അനീഷും ഷാനവാസിൻ്റെ ടീമാണ്. അവർ നല്ലപോലെ കഥ പറഞ്ഞെന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞത്. അഭിലാഷിൻ്റെ ഒക്കെ ടീമിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ ജിത്തു ജോസഫ് എടുത്ത് പറഞ്ഞു. കാരണം അത് നിങ്ങളെ പറച്ചിലേ മനസ്സിലായി, കോൺഫിഡൻസ് ഒട്ടും ഇല്ല കഥ പറയാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ BB അവാർഡ് ഷോ ഇന്നലത്തെ ഹൈലൈറ്റ് ആയിരുന്നു. നല്ല രസകരമായ കാറ്റഗറീസ് ആയിരുന്നു അതിൽ. അപ്പോൾ അതിലെല്ലാവരും അതിൻ്റെ തന്നെ സ്പിരിറ്റിലെടുത്തു. എടുത്തു വേണം ലക്ഷ്മിയാണ്. ലക്ഷ്മി അതിൻ്റെ സ്പിരിറ്റ് തന്നെ എടുത്തു. ലക്ഷ്മിക്ക് നല്ല മോശമുള്ള അവാർഡ്സ് തന്നെ ആയിരുന്നു ലഭിച്ചത്. പക്ഷേ അത് ലക്ഷ്മി അതിൻ്റെ ഒരു സ്പിരിറ്റിലെടുത്തു. അങ്ങനെ കൂടുതൽ എന്താ പറയുക എക്സ്പ്രഷൻസ് ഒന്നും ഇട്ട് കൊളമാക്കിയില്ല. നല്ല പോലെ തന്നെ എടുത്തു. താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. നല്ലൊരു വ്യത്യസ്തമായ ഒരു അവാർഡ് കാറ്റഗറീസ് ആയിരുന്നു ഇന്നലെ കൊടുത്തിരുന്നത്. അപ്പോൾ അതെല്ലാവരും ഹൗസ് മേറ്റ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആർക്കാണ് വോട്ട് ചെയ്ത് അവർക്കാണ് അവാർഡിന് വേണ്ടി സെലക്ട് ചെയ്തിരുന്നത്.